കാണിക്കുന്നവര് കാണിച്ചോട്ടെ. ഞാൻ ചേച്ചി അടുത്ത് പറഞ്ഞിരുന്നു എനിക്കൊരു എന്തിനാ നീ ചേച്ചിനെ വിളിക്കാന്നൊക്കെ? ഞാൻ നിനക്ക് ഇവിടെ ശമ്പളം തരുന്നത്. എന്നെ വിളിച്ചിട്ട് നീ പറഞ്ഞോ? പറഞ്ഞിട്ട് ചോദിച്ചതിന് മറുപടി പറയും. ഇല്ല പറഞ്ഞു. ഇങ്ങനെ ഇല്ലേ കടിച്ചു കീറാൻ നിക്കണോരടുത്ത് എങ്ങനെയാ പറയാ? അല്ല എന്താ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ലീവ് പോലെ നേരത്തെ വിളിച്ച് പറയണം. ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞിട്ട് സാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനുള്ള സമയത്തൊക്കെ വിളിക്കണം, അല്ലെങ്കിൽ എന്നെ വിളിക്കണം. നീ നമ്പർ അറിയുന്നല്ലേ കാര്യങ്ങൾ. പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, തീരെ സുഖമില്ല അവൾക്ക്. ഈ വക കഥയൊക്കെയാണ് ഞാൻ പറയും. ഇയാളെ പറഞ്ഞുവിടാ, ഞാൻ പറഞ്ഞുതരാം. ആരും പറഞ്ഞു വിടുന്നില്ലോ. ഇത്തിരി മനുഷ്യപ്പറ്റില് സംസാരിക്കും. ഒരാള് ഒരാഴ്ചത്തെ ലീവല്ലേ, അത് കൊടുക്ക്. തീരെ വയ്യ അവൾക്ക്, അതുകൊണ്ടാണ്. വേറെ ആരും ഇല്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എന്നാലും എടുത്തിട്ട് വേണം കൊണ്ടുപോകാനൊക്കെ. ഒരാളവിടെ ഇല്ലെങ്കിൽ നടക്കില്ല. അതെ, ഈ ഭൂസ്വത്ത് കിട്ടിയിട്ടുള്ള എൻ്റെ അഹങ്കാരാണത്. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അതിന്റെ വില അറിയുള്ളൂ. ഒരു കഷ്ടപ്പെട്ടോണ്ടേ, മനസ്സിലായേ? ഇയാൾക്കത് അറിയില്ല. ഒന്നുമില്ല. ഞാൻ അവനോട് കൊടുക്കൂല. നിന്നോട് എന്ത് റിക്വസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സംബന്ധിച്ച് എനിക്ക് ലീവ് ഉണ്ടാവില്ല, മനസ്സിലുണ്ടോ? ഞാൻ നിന്നോട് ജോലിക്ക് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നോ ഇല്ലേ? എന്താ ലീവ് കൊടുത്താലേ എന്തിനു കൊടുക്കണമെന്ന്? അതിപ്പോ നാളെ നേരം വെളുത്തപ്പോ ഇയാൾ വന്ന് പറയണം എനിക്ക് കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ കൊടുക്കാൻ പറ്റുമോ? പിന്നെ ആവശ്യങ്ങൾക്ക് കൊടുക്കണ്ടേ? നിങ്ങൾ കയറ്റി പോയില്ലെങ്കിൽ ഞാൻ നേരത്തെ അവിടെ പോയെന്നോ ചെല്ല്. വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോന്നും പറയാൻ നിൽക്കണ്ടാ. നിങ്ങളെ തീരുമാനിച്ചു. എന്നോട് ആ ഭാഗം കാറ്റി ഇടപെടരുത്. ശമ്പളം തന്നെ കൊടുത്തേക്കണം. അവിടെ കാര്യം പറഞ്ഞുതരാം. കൊടുത്തോളാം. മനസ്സിലാവുണ്ടോ? ദൂരത്ത് മരത്തിൽ പൊട്ടിട്ടുണ്ടാക്കണല്ല. ചേച്ചി നിങ്ങൾ തമ്മിൽ തല്ലുണ്ട്. ഞാൻ അങ്ങനെ വന്നോളാം. സാറില്ല, നീ അതൊന്നും കാര്യാക്കണ്ട. അതെ, നീ വിളിച്ചപ്പോ തന്നെ ഞാൻ ഇത്തിരി പൈസ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടുപോയിട്ടേ അവൾക്ക് എന്താ മരുന്ന് അത് വേണ്ട വെച്ചാൽ കൊടുക്ക്. ലീവ് നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ നീ വിളിച്ചാൽ മതി, ഞാൻ പറയാം. ശരി ശരി. അങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്തൊരു ജന്തു. ഹേയ്.